നമസ്കാരം. നാഷണൽ അവാർഡുകൾ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുമ്പോൾ ഇന്ത്യ മൊത്തം ചർച്ചയാകുകയാണ് ഈ കൊല്ലത്തെ മികച്ച നടൻ ആരാകുമെന്ന്. നാഷണൽ അവാർഡിൽ മികച്ച നടന് വേണ്ടിയുള്ള മത്സരത്തിൽ മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയും ഫൈനൽ റൗണ്ടിൽ എത്തിയ കാര്യം ഔദ്യോഗികമായിട്ട് തന്നെ നാഷണൽ അവാർഡിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചതുപോലെ തന്നെ നൻപകൽ നേരത്ത് മയക്കവും റോഷക്കിലെയും പ്രകടനമാണ് മമ്മൂക്കയെ മികച്ച നടന് വേണ്ടിയുള്ള മത്സരത്തിൽ മത്സരിപ്പിക്കുന്നത്. 70ാമത് നാഷണൽ അവാർഡിൽ മികച്ച നടനായി മമ്മൂക്ക തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ നമ്മുടെ പ്രേക്ഷകരിൽ 99% മമ്മൂക്കക്ക് ഈ കൊല്ലവും നാഷണൽ അവാർഡ് ലഭിക്കില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. 100% അദ്ദേഹം മികച്ച നടനാകാനുള്ള അർഹതയുള്ള ഒരു വ്യക്തിയാണ്. അത് സിനിമാ പ്രേക്ഷകരും അദ്ദേഹത്തിന്റെ വിമർശകർ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. എന്നാൽ നാഷണൽ അവാർഡിൽ എത്തുമ്പോൾ പലതവണ അദ്ദേഹം മികച്ച നടനാകുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും ജൂറിയുടെയും ഉത്തരേന്ത്യൻ ലോബികളുടെയും കളികൾക്കിടയിൽ അദ്ദേഹം എന്നും തഴയപ്പെട്ടിട്ടേ ഉള്ളൂ. അത്തരം കളികൾ നാഷണൽ അവാർഡിൽ ഇല്ലായിരുന്നെങ്കിൽ എത്ര തവണ നാഷണൽ അവാർഡിൽ മികച്ച നടനാകേണ്ട വ്യക്തിയായിരുന്നു മമ്മൂക്ക. ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവസാനം നാഷണൽ അവാർഡിൽ ഫൈനൽ റൗണ്ടിലെത്തിയ മമ്മൂക്കയുടെ 3 ചിത്രങ്ങൾ നോക്കുമ്പോൾ, അതായത് 2009 പാലേരി മാണിക്കം, 2015 മുന്നറിയിപ്പ്, തമിഴിൽ നിന്നെത്തിയ പേരൻപ്, ഇങ്ങനെ പറയുകയാണെങ്കിൽ ഒട്ടനവധി ചിത്രങ്ങളാണ് മമ്മൂക്കയുടെ മികച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകർ അംഗീകരിച്ച കഥാപാത്രങ്ങളായിട്ട് പോലും ഫൈനൽ റൗണ്ടിൽ എത്തിയിട്ടും നാഷണൽ അവാർഡ് ലഭിക്കാതെ ജൂറിയുടെയും ഉത്തരേന്ത്യൻ ലോബികളുടെയും വാശി കാരണം മമ്മൂക്ക തഴയപ്പെട്ടത്. മുന്നറിയിപ്പിലെ മമ്മൂക്ക അവതരിപ്പിച്ച ശക്തമായ കഥാപാത്രമായ CK രാഘവൻ എന്ന കഥാപാത്രം സിനിമയിൽ ആഴത്തിൽ പതിഞ്ഞവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ആ കഥാപാത്രത്തിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന്. ആ കഥാപാത്രം മമ്മൂക്ക എത്ര മനോഹരമായിട്ടാണ് ബിഗ് സ്ക്രീനിൽ അവതരിപ്പിച്ചതുമെന്നും. ഇവിടെ 70ാമത് നാഷണൽ അവാർഡിൽ മമ്മൂക്കയുടെ ഓപ്പോസിറ്റായി ഫൈനൽ റൗണ്ടിൽ മത്സരിക്കുന്നതും മികച്ച മത്സരാർത്ഥി തന്നെയാണ്. അതായത് കാന്താരയിലെ പ്രകടനത്തിലൂടെ ഋഷഭ് ഷെട്ടിയാണ് ആ ഒരു ഫൈനൽ റൗണ്ടിൽ മമ്മൂക്കക്ക് എതിരായി മത്സരിക്കുന്നത്. മലയാളികൾക്ക് അത്ര പരിചയമല്ലാത്ത മുഖമായിട്ട് പോലും കാന്താര എന്ന സിനിമ മലയാള പ്രേക്ഷകർ ഏറ്റെടുത്തത് നമ്മൾ കണ്ടതാണ്. അത് ഋഷഭ് ഷെട്ടിയുടെ കഥാപാത്രം അത്രത്തോളം സിനിമാ പ്രേക്ഷകർക്കിടയിൽ ഇറങ്ങിച്ചേർന്നത് കൊണ്ട് തന്നെയാണ് ആ സിനിമ അത്ര വലിയ വിജയം നമ്മുടെ നാട്ടിലും നേടാൻ സാധിച്ചത്. മറ്റൊരു കൂട്ടരുണ്ട്, മമ്മൂക്കക്ക് 3 തവണ നാഷണൽ അവാർഡ് ലഭിച്ചതല്ലേ, ഇനി പുതുമുഖങ്ങൾക്ക്, അതായത് പുതിയ ആൾക്കാർക്ക് അവസരം കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞ് ഒരു വിഭാഗം ടീം ഇറങ്ങിയിട്ടുണ്ട്. എന്നാൽ ആ കൂട്ടരോട് ഒന്നേ പറയാനുള്ളൂ, എല്ലാ കൊല്ലവും നാഷണൽ അവാർഡിന്റെ ഫൈനലെത്തുമ്പോൾ അല്ലെങ്കിൽ നാഷണൽ അവാർഡ് നോമിനേഷൻ ലിസ്റ്റ് വരുമ്പോൾ എന്തുകൊണ്ട് മമ്മൂട്ടി ചിത്രങ്ങളും വരുന്നു, എന്തുകൊണ്ട് അദ്ദേഹം എന്നും ജൂറിക്ക് തലവേദന? അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അദ്ദേഹം ചെയ്യുന്ന ഓരോ കഥാപാത്രവും അദ്ദേഹം അത്രത്തിൽ ആഴത്തിലാണ് സിനിമാ പ്രേക്ഷകർക്കിടയിൽ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ കൊല്ലവും ജൂറി അംഗങ്ങൾക്ക് വെല്ലുവിളിയായി അദ്ദേഹം നിൽക്കുന്നത്. എന്തായാലും 70ാമത് നാഷണൽ അവാർഡിൽ മികച്ച നടൻ മമ്മൂക്ക തൂക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ ഇല്ലയോ? ഈ കൊല്ലവും തഴയപ്പെടുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.